ഇത് പ്രഭാത കാഹളം. യേശുവിനോട് കൂടെ ഒരു നിമിഷം. ഇന്ന് നാം ചിന്തിക്കുന്നത് സദൃശവാക്യങ്ങൾ 18-ാം അധ്യായം 21-ാം വാക്യം. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിലിഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. പ്രിയമുള്ളവരെ, പലപ്പോഴും നാം നമ്മുടെ നാവിനെ തെറ്റായ രീതിയിൽ തെറ്റായ വാക്കുകൾ പറയുവാൻ ഉപയോഗിക്കുമ്പോൾ മറന്നു പോകരുത്, അത് നമ്മുടെ ജീവിതത്തിൽ ദോഷമായി ഭവിക്കുമെന്നുള്ളത്. തിരുവചനത്തിൽ പലപ്പോഴും പലയിടത്തും നാവിൻ്റെ അധികാരത്തെക്കുറിച്ചും നാവിനെക്കുറിച്ചും പല കാര്യങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. നാം എന്തു പറയുന്നുവോ അത് നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ ക്ഷണിച്ചു വരുത്തുകയാണ്. അത് ചിലപ്പോൾ ജീവനെക്കുറിച്ചായിരിക്കാം, ചിലപ്പോൾ മരണത്തെക്കുറിച്ചായിരിക്കാം. പക്ഷെ ദോഷമായിട്ട് എന്ത് പറഞ്ഞാലും അത് നമ്മുടെ ജീവിതത്തിൽ ഭവിക്കും, നന്മയായിട്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് നമ്മുടെ ജീവിതത്തിൽ ഭവിക്കും. അതുപോലെ അധികാരമാണ് നാവിന് നൽകിയിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഭവനത്തിൽ അറിയാതെ നമ്മൾ ശാപവാക്കുകൾ, ദോഷവാക്കുകൾ, അല്ലെങ്കിൽ രോഗത്തെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, സമ്പത്തിനെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ദാരിദ്ര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക, കുടുംബജീവിതത്തെക്കുറിച്ച് എന്തിന് ഇങ്ങനെയുള്ള ജീവിതം എനിക്ക് തന്നു എന്ന് പറയുന്ന അനുഭവങ്ങൾ, ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ദോഷമായിട്ട് ഭവിക്കുമ്പോൾ ഏതൊരു ദുരവസ്ഥയിലും ഏതൊരു ദോഷാവസ്ഥയിലും നാം നമ്മുടെ നാവുകൊണ്ട് അതിനെതിരായിട്ട് സംസാരിക്കണം. ഞാൻ അനുഗ്രഹം പ്രാപിക്കും, നന്മ പ്രാപിക്കും, എൻ്റെ കുടുംബജീവിതം അനുഗ്രഹം പ്രാപിക്കും, എൻ്റെ ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ വീട്ടിൽ ഞാൻ മാനിക്കപ്പെടും, ദേശത്ത് അനുഗ്രഹിക്കപ്പെടും, മാനിക്കപ്പെടും. ഇങ്ങനെയുള്ള വാക്കുകൾ നാം പറയുമ്പോൾ ഈ നാവിൻ്റെ അധികാരം ഏറ്റവും വലിയതാണ്. തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തോട് ക്ഷമ ചോദിക്കുക, പ്രാർത്ഥിക്കുക. പ്രിയ കർത്താവേ, നല്ല വാക്കുകൾ പറയാൻ നിൻ്റെ മക്കളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. വീണ്ടും നമുക്ക് കൂടി വരാം.